ഇന്ന് ഈ കൊച്ചു വർത്തമാനത്തിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. സിനിമാ നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ ബാലകൃഷ്ണൻ കാരശ്ശേരി, സിനിമാ താരം സാജൻ പിറവം, സിനിമാ നടനും ഗായകനും മിമിക്രി ആർട്ടിസ്റ്റുമായ പ്രദീപ് പെരുമ്പാവൂർ, സിനിമാ സീരിയൽ താരം സാബു, സിനിമാ താരവും മിമിക്രി ആർട്ടിസ്റ്റും ബാഡ്മിന്റൺ ദേശീയ താരവുമായ ബൈജു, സിനിമാ സീരിയൽ താരം വിപിൻ ജോർജ്, മോർമൻ അസോസിയേഷൻ അംഗങ്ങളായ ശിവദാസ് എറണാകുളം, സജി കൊട്ടിയൂർ, കെ ആർ ബാബു കാഞ്ഞിരപ്പള്ളി, ബാബു വയനാട്, കണ്ണൻ കൊടുങ്ങല്ലൂർ, അസ്ലം കോഴിക്കോട്, സുമേഷ് വൈക്കം, വിപിൻ ചേർത്തല, ഷുക്കൂർ കോഴിക്കോട്, വേണു മടവൂർ, ബിപിൻ കണ്ടൂർ, സുനിൽ കട്ടപ്പന എന്നിവർ. ശ്രീ ബാലകൃഷ്ണൻ, അത്ഭുത ദ്വീപിൽ അഭിനയിച്ചതിന് ശേഷം വലിയ താങ്കൾക്ക് ആരാധികമാരും ആരാധകന്മാരും കൂടിയിട്ടുണ്ടെന്ന് കേട്ടു. ഉണ്ട്. എങ്ങനെയായിരുന്നു അനുഭവം? എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് വളരെയധികം നമ്മളെ എല്ലാ കാര്യങ്ങളിലും സഹായിച്ചുകൊണ്ടിരിക്കും. ആണല്ലേ? എവിടെ ചെന്നാലും ആൾക്കാർ തിരിച്ചറിയാൻ പറ്റും. വിവാഹമൊക്കെ കഴിഞ്ഞു? വിവാഹം കഴിഞ്ഞു. ഈ വിവാഹം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ വലിയ പെണ്ണിനെ കഴിച്ചത്. ഹൈറ്റ് കൂടി. താങ്കളുടെ കൃത്യം ഹൈറ്റ് എത്രയാ? എൻ്റെ 3 ഫീറ്റ്. 3 ഫീറ്റ് 3 അടി. വൈഫിനോ? വൈഫിന് 5.5 അടി ഉണ്ട്. 5.5 അടി ഉണ്ട്. ഈ 2.5 അടി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യും. ഈ പെണ്ണ് കാണാനായിട്ട് ആദ്യം പോയ കക്ഷി തന്നെയാണോ? അതെ അതെ. കല്യാണം കഴിച്ചത് പുള്ളിക്കാരിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അറേഞ്ച് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി. അറേഞ്ച് ചെയ്തിട്ടാ പോയത്. കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് ധരിപ്പിച്ചതിന് ശേഷം താല്പര്യമാണെങ്കിൽ മാത്രം പോയിട്ടുള്ളൂ. ബാലകൃഷ്ണൻ, ഇതുവരെ ഉണ്ടായിട്ടുള്ളത് വെച്ച് ഉയരക്കുറവ് കൊണ്ടുണ്ടായ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സംഭവം എന്തായിരുന്നു? ഒന്നാമത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബസ്സിലൊക്കെ കയറാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു. അടുത്തേക്ക് ആളെടുത്ത് ചേട്ടാ എന്ന് പറയേണ്ടി വരുമോ? അല്ല, ക്ലീനർമാരൊക്കെ നമ്മൾ നല്ല സൗഹൃദമായതുകൊണ്ട് ഒരു കൈ പിടിച്ച് കയറ്റും. പിന്നെന്താ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിട്ടത്? പിന്നെ അങ്ങനത്തെ വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആയതുകൊണ്ട് കോഴിക്കോടേക്ക് പോകുമ്പോൾ ഭയങ്കര ആ ബസ്സിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബസ്സിന്റെയാണ് ഏറ്റവും വലിയ അതെ അതെ. ഉപ്പിട്ട് വന്ന് ബസ് വന്ന് കയറി പോകുന്ന പ്രശ്നം. ഇത് എപ്പോഴെങ്കിലും സാധാരണ ചിലർ പറയാറുണ്ട്, ഈ അസോസിയേഷൻ ഒക്കെ വരുന്നതിന് മുമ്പ്, അത്ഭുത ദ്വീപ് എന്ന സിനിമ വരുന്നതിന് മുമ്പ് ഒക്കെ ഇത്തരം ആളുകൾക്ക് ചില ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. ശരിയാണോ? ഇപ്പോഴും കുറെ ആൾക്കാർക്ക് ചെറിയൊരു കോംപ്ലക്സ് ഇങ്ങനെ വന്നു പോയല്ലോ എന്നുള്ളതുകൊണ്ട് ഈ രക്ഷിതാക്കൾ തന്നെ അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു മടി കാണിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഈ തിരുവനന്തപുരത്തേക്ക് വരാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് വരാനുള്ളൊരു ഒരു ത്രാണി, അതായത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു. പോകാറുണ്ട് എവിടെ വേണമെങ്കിലും. മക്കള് 2 ടിങ്സ് ആണ്. 2 ആൺകുട്ടികളാണ്. 2 വയസ്സായത്. 2 വയസ്സായിട്ടുണ്ട്. ട്വിൻസ് ആണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? ഉയരക്കുറവിൽ ഒരു കാര്യവും ഇല്ല. സാഞ്ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഇപ്പം കുറച്ച് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഉണ്ടോ? സ്റ്റേജ് പ്രോഗ്രാം അല്ലേ? സ്കിറ്റ് ഒക്കെ ചെയ്യാനായിട്ട്. എന്താണ് ഇപ്പോഴും ഒരു ക്രോണിക് ബാച്ചലർ ആയിട്ട് നിന്നുപോയെ? കല്യാണം കഴിച്ചില്ല? എനിക്ക് ആ ജീവിതത്തോട് വലിയ താല്പര്യമില്ലാത്ത കാരണം. അതാ ബാലകൃഷ്ണൻ കണ്ടില്ല, ഇരിക്കുന്നുണ്ടല്ലോ കുട്ടപ്പനായിട്ട്. എല്ലാ മനുഷ്യരും ഒരുപോലെ ഇരിക്കുമല്ലോ. എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല. ശ്രമിച്ചിട്ടുണ്ടോ? കല്യാണം കഴിക്കാൻ ശ്രമിച്ചിരുന്നോ? ശ്രമിച്ചിട്ടൊന്നുമില്ല. പെണ്ണാൻ പോയിരുന്നില്ലേ? ഇല്ല. ഇതുവരെ പോയിട്ടില്ല. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുവരെ ശ്രമിച്ചിട്ടില്ല? ഇല്ല. ഓ ശരി. എന്താ ഈ സ്ത്രീവർഗത്തോടുള്ള ഈ പുച്ഛം വെറുപ്പൊന്നുമില്ല. എല്ലാവർക്കും ഒരേ മെന്റാലിറ്റി ആയിരിക്കില്ലല്ലോ. ചിലർക്ക് ബാച്ചിലറായിട്ട് തന്നെ ജീവിക്കണായിരിക്കും താല്പര്യം. എനിക്ക് ദൈവം അതുപോലത്തെ മനസ്സാണ് തന്നേക്കണേ. അതുകൊണ്ട് വീട്ടിലെ ബന്ധുക്കൾക്ക് മറ്റാർക്കെങ്കിലും ആർക്കും ഒരു കുഴപ്പമില്ല. ഇതിന് കുഴപ്പമൊന്നുമല്ല. ദൈവത്തിന്റെ ഒരു വികൃതി, കുസൃതി പറയാം. അത്രേ ഉള്ളൂ. ഏറ്റവും നേരിട്ട ബുദ്ധിമുട്ട് എന്താ? തന്നെയുള്ള യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പറയാം. ബസ്സിലോ ട്രെയിനിലൊക്കെ കയറണമെങ്കിലൊക്കെ ഒരാളുടെ ഹെൽപ്പ് വേണം. പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മുകളിലൊക്കെ എടുക്കണമെങ്കിലൊക്കെ മറ്റുള്ളവരുടെ പറയും. ചെറിയ പിള്ളേർ വരെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എത്ര വയസ്സായി ശരിക്കും? വയസ്സ് പറഞ്ഞാൽ ചിലപ്പോ ഞെട്ടിപ്പോകൂല്ലേ? 44 വയസ്സായി. അത് ശരി. ഇപ്പം ഇതല്ലാതെ ഈ പെർഫോമൻസ് അല്ലാതെ മറ്റെന്തെങ്കിലും? ഇത് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാൻ പോകാറുണ്ട്. എത്ര ഹൈറ്റ്? കൃത്യം 3 അടി. 3 അടി. കൃത്യം 3 അടി അല്ലേ? ഓക്കെ. പ്രദീപേ, നമസ്കാരം. നമസ്കാരമുണ്ട്. ശരിക്കും സ്റ്റേജ് പെർഫോമൻസിൽ ഇപ്പൊ പ്രദീപിനെ കാണാറുണ്ടല്ലോ. സജീവമാണെന്ന് തോന്നുന്നു. സജീവമാണ്. മിമിക്രി വളരെ സജീവമായി ചെയ്യും. മിമിക്രി ചെയ്യാറുണ്ട്. ഞാൻ രസികരാജ ചെയ്യാറുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലമായി? കല്യാണം കഴിഞ്ഞിട്ടില്ല. അത് ശരി. ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെ അല്ലല്ലോ. ഓക്കെ. കല്യാണം കഴിക്കാനുള്ള ശ്രമം നടത്തിയായിരുന്നോ? ശ്രമം നടക്കുന്നുണ്ട്, പക്ഷെ ശ്രമം വിജയിക്കണമെന്നാണ്. എന്താണ് അവിടെ ചെല്ലുമ്പോ ആൾക്കാർ പറയുന്നത്? ഞാൻ അവിടെ പോയിട്ടില്ലല്ലോ. അത് ശരി. ആഗ്രഹം ഉണ്ടെന്നുള്ളൂ. അത് ശരി. ആഗ്രഹം ഇപ്പോഴും ഉള്ളിലുണ്ട്. പിന്നെ എന്താണ് താങ്കളുടെ സങ്കല്പത്തിലുള്ള വധുവിന്റെ ഒരു രൂപം?
ഏതാണ്ട് ഒരു ഈ പരിപാടിയിലൂടെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കാശൊന്നും വാങ്ങിക്കത്തില്ല. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഓക്കെ, ഒരു 8 അടി പൊക്കമുള്ള ആൾക്കാരും മറ്റും ഇപ്പൊ നിലവിലില്ല. എന്നാലും ഒരു 6-6.5 അടി ഇങ്ങനെ തോട്ട വേറെ വീട്ടിലില്ലേ? തോട്ട വേറെ വീട്ടിലുണ്ടല്ലോ. കല്യാണം കഴിച്ചോണ്ട് വരുന്ന പെണ്ണ് തന്നെ എടുത്തു പറഞ്ഞ. അത് ശരി. പിന്നെ പറയൂ. ഈ അച്ഛൻ അമ്മ ബാക്കി ആർക്കെങ്കിലും വീട്ടിൽ ഈ ഇത്തരത്തിലുള്ള യാതൊരു കുഴപ്പമില്ല. എനിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. അത്രേ ഉള്ളൂ. സുഹൃത്തുക്കളൊക്കെ എങ്ങനെയുണ്ട് നാട്ടിൽ? സുഹൃത്തുക്കളൊക്കെ നല്ല സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേറിയ ഒരു അനുഭവം എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാൻ നേരത്ത് കൈ കഴുകാത്തിരി ബുദ്ധിമുട്ടും. ഏണി വെച്ച് കയറണം അങ്ങനെ കൈ കഴുകണമെങ്കിൽ. അപ്പൊ അത്തരം സമയങ്ങൾ ആരാ സഹായിക്കുന്നത്? അപ്പോൾ സുഹൃത്തുക്കൾ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഈ ഭക്ഷണം കഴിക്കാൻ നേരത്ത് വെള്ളം കുടിക്കണ ഗ്ലാസ് എടുത്തുകൊണ്ട് പോകും, പുറത്ത് പോയി കഴുകും. അതൊരു പ്രശ്നമാണ്. പിന്നെ ഇരിക്കുന്ന ഈ ഡൈനിങ് ഹാളിൽ ഇരിക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഹോട്ടലിലൊക്കെ ഇരിക്കുന്ന അത് വേറെ ചെയർ എക്സ്ട്രാ ഉണ്ടല്ലോ, അത് 3-4 കയറ്റിയിടും. മറ്റേ ഹനുമാനൊക്കെ ഈ വാലി ഇട്ട് വെച്ച് മുകളിൽ കയറിയിരിക്കണല്ലോ, അതുപോലെ അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ ചേട്ടാ, ഇപ്പം എത്ര വയസ്സായി കൃത്യം പറഞ്ഞു? 38 വയസ്സായി. 38. ഹൈറ്റ് എത്ര ഉണ്ട് കൃത്യം? ഹൈറ്റ് 4 അടി. 4 അടി ഉണ്ട്. വിവാഹം കഴിഞ്ഞു 15 ദിവസമായി. 15 ദിവസമോ? ഹണിമൂൺ പീരീഡിലാണ്. ശരി. വൈഫ് എങ്ങനെയാ? വൈഫ് എൻ്റെ അത്ര ആയിട്ടുള്ളൂ. ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നില്ല. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ എന്താ ഇതല്ലാതെ പരിപാടി സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകും? സ്റ്റേജ് പ്രോഗ്രാം പോകുന്നില്ല, ഞാൻ സിനിമ സീരിയൽ വിളിക്കും പോകുന്നുണ്ട്, വർക്ക് പോകുന്നുണ്ട്. ഇതല്ലാതെ പിന്നെ ചെറിയൊരു കച്ചവടം ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ ചേട്ടനുണ്ട്. ഞങ്ങള് ഒരു വീട്ടിൽ 2 പേരുണ്ട് ഇവിടെ. നിങ്ങൾ ടിൻസ് ആണോ? അല്ല, ചേട്ടൻ വേണ്ടിയിട്ടുണ്ട്. എത്ര വയസ്സിന്റെ വ്യത്യാസം? 2 വയസ്സിന്റെ. ആണോ? അത് ശരി. സാധാരണ ഇത് വളരെ അപൂർവമായിട്ടാണ് വരുന്നത് അല്ലേ? ബാക്കി ബന്ധുക്കൾ ആരെങ്കിലും? ബാക്കി എല്ലാവരും സാധാ വിവരമുള്ള ആൾക്കാരാണ്, സാധാ മനുഷ്യരാണ്. പക്ഷെ നിങ്ങൾ ട്വിൻസ് അല്ലാതിരുന്നിട്ടും ഈ ഹൈറ്റ് കുറഞ്ഞു രണ്ടുപേർക്കും? അതെ, ഒരേപോലെ വന്നു. ഇത് വളരെ അപൂർവമായി അത്ര വരാറുള്ളൂ. ബൈജു, ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ എന്താ ഏറ്റവും അടുത്ത പരിപാടി? ഞാനിപ്പോ ബാഡ്മിന്റണിൽ ദേശീയ ചാമ്പ്യനാണ്. ഞങ്ങൾ പൊക്കം കുറഞ്ഞ ഒരു കളി ഉണ്ടായിരുന്നു. എവിടെ വെച്ചായിരുന്നു? ബാംഗ്ലൂർ. തകർത്തു. അത് കർണാടക ബാംഗ്ലൂരിനെ തകർത്തടിച്ചു, കേരളം അടിച്ചു പോകും. അപ്പൊ ഈ ബാഡ്മിന്റൺ കളിയിൽ നെറ്റൊക്കെ എത്ര ഹൈറ്റ് കിട്ടും? സാധാ ഹൈറ്റ് 5 അടി. 5 അടി തന്നെ കിട്ടും. സ്മാഷ് ഒക്കെ അടിക്കാറുണ്ട്? സ്മാഷ് ഒക്കെ. ആണോ? അത് ശരി. ഈ പുറത്തുനിന്ന് വരുന്നവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് പൊതുവേ? പുറത്തുനിന്ന് വരുന്ന കുഴപ്പമൊന്നുമില്ല. ഈ മിമിക്രി ഒക്കെ ചെയ്യാറില്ലേ? ഒരു ഐറ്റം നമുക്കൊന്ന് ഇപ്പൊ ഇട്ട് നോക്കിയാ ഏതാ ചെയ്യുന്നത്? ഞാനിപ്പോ കലാഭമണി നമ്മളെ മഴയെക്കുടി ചത്തനിലെ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട്. ഒരു പൂജ ചെയ്തിട്ട് കുരങ്ങനാവുന്നു പെട്ടെന്ന്, അതൊന്ന് ചെയ്താണ്. ബൈജു, ഗംഭീരമായിരുന്നു കേട്ടോ, നല്ല പ്രകടനം. ഓക്കെ, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. 2 വർഷമായി. ഓക്കെ, ഹൈറ്റ് ഉള്ള പുള്ളിക്കാരിയാണ്. 5 അടി ഹൈറ്റ്. താങ്കളുടെ ഹൈറ്റ്? 4 അടി. 4 അടി. 5 അടി ഹൈറ്റ് ഉണ്ട് വൈഫിന് അല്ലേ? ആദ്യം പെണ്ണ് കാണാൻ പോയ കുട്ടിയെ തന്നെയാണോ കല്യാണം കഴിച്ചത്? ആണോ? ജീവിതത്തിൽ ഇതുവരെ ഉണ്ട് ഏറ്റവും സങ്കടമുള്ള സംഭവം എന്തായിരുന്നു? സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടേറിയ സംഭവം, അതാ ഉദ്ദേശിച്ചത്. ബുദ്ധിമുട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ്, പിന്നെ ഹോട്ടലില്. അത് ബുദ്ധിമുട്ടുള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വേറെ പ്രധാന ബുദ്ധിമുട്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കാറില്ലേ? അതിനൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. വിപിന് എത്ര ഹൈറ്റ് ഉണ്ട്? 4 അടി 9 ഇഞ്ച്. 4 അടി. വിപിന് നമുക്ക് ഈ മെമ്പർഷിപ്പിൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ? വിപിൻ നമ്മുടെ ഒരു പരിധിക്ക് പുറത്തല്ലേ അല്ലേ? വിപിൻ, അതാണ് എനിക്ക് കുഴപ്പം. പൊക്കമുള്ളവരുടെ കൂട്ടത്തിൽ ചെന്നില്ല, അവർ എടുത്തും പൊക്കം കുറഞ്ഞവരാന്ന് പറയും. പൊക്കം കുറഞ്ഞവർ ഇവിടെ ചെന്നാലും പറയും പൊക്കം കൂടുതലാന്ന് പറയും. താങ്കൾ ഇവരുടെ ഇടയിൽ രാജാവാ അല്ലേ? കല്യാണം കഴിച്ചോ? ഇല്ലല്ല. എത്ര വയസ്സായി? ആണോ? എത്ര വയസ്സായി? നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിമൻസ് കോളേജിന് മുമ്പിൽ പോയി നോക്കുന്ന ആ നോട്ടം അല്ലല്ലോ അല്ലേ? അല്ല കാര്യമായി നോക്കുന്നുണ്ടെന്നുള്ള നോട്ടം. ശരി. ഇപ്പൊ എന്ത് ചെയ്തു ഇതല്ലാതെ? എറണാകുളത്ത് വർക്ക് ചെയ്യാ, കമ്പ്യൂട്ടർ സർവീസ് സെന്ററിൽ. കമ്പ്യൂട്ടർ സർവീസ് സെന്റർ കമ്പ്യൂട്ടറിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്? പിന്നെ അവിടുത്തെ സ്റ്റാഫ് ആണെന്നേ ഉള്ളൂ. ഓക്കെ, ഹൈറ്റ് കൃത്യം 4 അടി 9. 5 ഇഞ്ചാവാം, 5 അടി ആവാൻ പോകുന്നു എന്നർത്ഥം അല്ലെ? വേണമെങ്കിൽ. ശരി. ഉള്ളിലുന്മാദമെന്നും പകരും ഇളനീർ കുടമെൻ മലയാളം.